on influencers and everything. Right. Influencers at that time worked. It still does. Okay. That's when I realized that why is influencer working? Because people have an emotional connect True. with that influencer, right? Right. And that's when I realized without putting a person's face out there, nothing is going to happen, right? And I don't have money to keep getting influencers every month. True. That's when in last year 2024 onwards I decided to put myself out there. ഞാൻ തന്നെ ഞാൻ തന്നെ. ഇനി ഞാൻ ഇൻഫ്ലുവൻസർ ഒക്കെ ഞാൻ തന്നെ. Because I had so much to say about the brand. I had my journey. True. And most importantly, people love a good underdog story. True. അത് എസ്പെഷ്യലി ദുബായിൽ നമ്മളെ ഡേവിഡ് വെസ് ഗോളിയാത്ത്. എക്സാക്ട്ലി. അപ്പം നമ്മൾ ഇഷ്ടം പോലെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഐ വിഷ് ദാറ്റ് മൈ ഓൺലി വിഷമം ഇസ് ദാറ്റ് ഐ നെവർ ഡിഡ് ഇറ്റ് ഫ്രം ഡേ വൺ. I never built that emotional connect. I never built a social community following. I could have had ഞാൻ ഇനീഷ്യലി പറഞ്ഞു നമുക്കൊരു ഫോക്കസ് ഗ്രൂപ്പ് പോലെ വേണം, നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇനീഷ്യലി തന്നെ കുറച്ചും കൂടെ നമ്മൾ ഒരു 2x ആയേനെ സ്കെയിലിംഗ്. അല്ല എന്താ അറിയോ, എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് ദാസ. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വിഷമാണെങ്കിലും ഐ വുഡൻ ചേഞ്ച് എ തിങ് ദോ. I wouldn't change anything. ആ ജേണിയിലൂടെ പോയേ പറ്റൂ. തീർച്ചയായിട്ടും. You only learn a lesson the hard way. അല്ലാണ്ട് പഠിക്കില്ല തന്നെ. And because of that, I decided that put myself out there and touch wood, the kind of appreciation, the love, and also the recall value the brand has. Adinte oru immense power thanne parayam. Just putting a face to the brand for any founder, any business owner is 100% of value. If you're not doing this in this day and age, trust me, your business will burn. 100%. അതുകൊണ്ടാണല്ലോ ഇഫ് ടെസ്ല പറഞ്ഞു കഴിഞ്ഞാൽ വി റിമെമ്പർ എലോൺ മസ്ക്. അതെ. ലുലു എന്ന് പറഞ്ഞാൽ യൂസുഫ് അലി. അതെ. സോ അത് തന്നെയാണ് ആൾക്കാർക്ക് വി കണക്ട് ടു പീപ്പിൾ മോർ ദാൻ ബ്രാൻഡ്സ്. തീർച്ചയായിട്ടും. People connect to people. People sell to people. People buy from people. True. Right. ഇപ്പം ഷാൻ എനിക്ക് എന്തെങ്കിലും സെല് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ ഓൺലി ബൈ ബിക്കോസ് ഐ ട്രസ്റ്റ് ഷാൻ. യുവർ പ്രോഡക്റ്റ് ഇസ് സെക്കൻഡറി. ഇഫ് ഐ ബിലീവ് ഇൻ യു, ഓക്കെ, ഷാൻ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് ഞാൻ അത് വാങ്ങിക്കുന്നത്. അത് ആൻഡ് ദാറ്റ് ഈസ് ഐ തിങ്ക് ദാറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് എനി ഗുഡ് സെയിൽസ് പേഴ്സൺ ഓൾസോ, ബിൽഡിംഗ് ദ റിലേഷൻഷിപ്പ്. ട്രൂ. അപ്പം നിങ്ങൾ ഇൻഫ്ലുവൻസർ ആണെന്ന് തീരുമാനിച്ചു. ഇൻഫ്ലുവൻസറിനെ കാട്ട് ഇൻഫ്ലുവൻസറിലെ വേർഡ് ഞാൻ അത്ര അസോസിയേറ്റ് ചെയ്യുന്നില്ല അതിനായിട്ട്. ഫൗണ്ടർ ബ്രാൻഡ് ഞങ്ങളതാ പറയുന്നത്. ഫൗണ്ടർ ലെഡ് ക്രിയേറ്റർ എന്ന് വേണം പറയാം. ബിക്കോസ് ഫൗണ്ടർ ലെഡ് മാർക്കറ്റിംഗ്. അതെ, അങ്ങനെ അതാണ്. അപ്പോ നമുക്ക് നമ്മളെ ബ്രാൻഡ് പേജിൽ ചിലപ്പം പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. എനിക്ക് എസ്പെഷ്യലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യുന്ന രീതി അങ്ങനെ ആയതുകൊണ്ട് തന്നെ വളവളാന്ന് പറയാൻ പറ്റാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് എൻ്റെ ബ്രാൻഡിൻ്റെ പേജ്. അപ്പം ആ ഒരു സെഗ്മെൻറ്റ് മാറ്റിയിട്ട് എന്നാൽ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസും പ്ലസ് നമ്മൾ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രോബ്ലി നമ്മളെ ബ്രാൻഡിൻ്റെ പേജിൽ നമ്മൾ പെർഫെക്റ്റ് ഇമേജ് മാത്രമായിരിക്കും അല്ലെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് മാത്രമായിരിക്കും നമ്മൾ പുഷ് ചെയ്യുക. അപ്പോൾ അതിനിടയ്ക്കുള്ള വർക്ക് ഇൻ പ്രോഗ്രസ്, നമ്മൾ ചെയ്യുന്ന R&D, ട്രയൽസ്, എറേഴ്സ്, മീറ്റിംഗ്സ്, അതിൻ്റെ ആ ഒരു ഫണ്ണായിട്ടുള്ള മൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി എൻ്റെ പേജ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ദാറ്റ് ഈസ് ഡീസെൻ്റ്ലി ഡൂയിങ് വെൽ. ബി ഇറ്റ് ഇൻക്വയറീസ് ആയാലും അല്ലെങ്കിൽ സജഷൻസ്, ഫീഡ്ബാക്സ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. നമുക്ക് പറ്റുന്നത്ര നമ്മൾ ഫീഡ്ബാക്ക് ഇംപ്ലിമെൻറ്റും ചെയ്യാറുണ്ട്. ചിലപ്പോൾ ആൾക്കാർ, നമ്മൾ ഒരു ഹാൻഡ് മെയ്ഡ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം ബൈ ഹാൻഡ് നമ്മൾ ചെയ്യുന്നത്, ഫില്ലിംഗ് ആയാലും പാക്കിംഗ് ആയാലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചിലപ്പം നമ്മൾ ഒരു വലിയ ബാച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം ഇന്ന് 10 ക്രീമിൻ്റെ ക്വാണ്ടിറ്റി ചിലപ്പം ബൈ ഹാൻഡ് ചെയ്യുമ്പോൾ കുറച്ചൊരു 5%, 10% വേരിയേഷൻ ചില കസ്റ്റമേഴ്സ്, അതായത് ലോയൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് മനസ്സിലാവും. കഴിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും വാങ്ങിക്കല്, എല്ലാ 2 ദിവസം വാങ്ങിക്കുന്ന ആൾക്കാർ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ആൾക്കാർ പറയും, നിങ്ങൾ ഈ ബാച്ചിൽ ക്രീം കുറച്ച് കുറവാട്ടോ, കുഴപ്പമില്ല, കഴിഞ്ഞ 3 ബാച്ചിലും ഓക്കെ ആയിരുന്നു, ഒന്ന് നോക്കിയാൽ മതി എന്നുള്ളത്. അപ്പോൾ തന്നെ നമ്മൾ നേരെ നമ്മളെ QC അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്ഷൻ ടീമിന് ഇൻഫോം ചെയ്യും എന്തായത് എന്ന് പറയുമ്പോൾ ജസ്റ്റ് അത് ക്ലിയർ